പെരുന്നാളത്തപ്പന്റെ തിരുവുത്സവ സമയത്ത് ഭഗവാൻ തന്റെ ഉത്സവ നാളുകളിലൂടെ കടന്നു പോകുമ്പോ നിത്യോത്സവമുള്ള ഒരാള് ഗുരുവായൂർ ശ്രീകോവിലിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞുള്ളൂ. എത്ര പേര് വന്നിരുന്നു ഗുരുവായൂർ ഉത്സവത്തിന്? എന്നെ കണ്ടിരുന്നു നമ്മളവിടെ കണ്ടല്ലോ. ഒരു പരിചയം തോന്നി വിളിച്ച മുതിരപ്പുഴുക്കും കഞ്ഞിയും അല്ലേ? ഞങ്ങളവിടെ പോയപ്പോ ഉത്സവത്തിന്, ഗുരുവായൂർ ഉത്സവത്തിന് പോയപ്പോ പള്ളിവേട്ട ഉത്സവബലി ദിവസം വരെ കഞ്ഞിയുണ്ട്. അപ്പൊ കഞ്ഞി വിളമ്പി പാളപ്ലേറ്റില് പരിചയമുള്ള ആൾക്കാരുണ്ടാവും. പുഴുക്ക് കഞ്ഞിയുടെ മുകളിൽ തന്നെ വിളമ്പി അപ്പുറത്തെ ഇല ഇട്ടിട്ട് അതില് ഉപ്പും ശർക്കരയും തേങ്ങാപ്പൊട്ടും വിളമ്പും. തേങ്ങാപ്പൊട്ടിനും ശർക്കരയ്ക്കൊക്കെ ഇത്രയും രുചിയുണ്ട് എന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് ഗുരുവായൂരിന് സാധനം കഴിച്ചപ്പോ. ഒരിക്കലെങ്കിലും നമ്മുടെ മെനു ഒരു ദിവസം ഒന്ന് ഗുരുവായൂരുള്ള ദിവസം ഉത്സവ സമയത്ത് അപ്പോഴേ കിട്ടുള്ളൂ. നിങ്ങൾ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ, പണ്ട് ഞാൻ തന്നെ ഏതൊരു സമയത്ത് ഗുരുവായൂരപ്പന്റെ രാത്രി ശിവേലിയെ കുറിച്ച് പണ്ടൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഗുരുവായൂരപ്പന്റെ ഈ രാത്രി ശിവേലി പോയി തൊഴണം. അതുപോലെ ഇനി അടുത്ത കുംഭമാസത്തിലെ പൂയം തൊട്ട് തുടങ്ങുന്ന 10 ദിവസത്തെ ഉത്സവ സമയത്ത് പെരുന്നാളത്തുള്ള എല്ലാവരും ഒരു ദിവസമെങ്കിലും പോയി ഗുരുവായൂരപ്പന്റെ ഉത്സവ കഞ്ഞി കുടിക്കുക. ഗുരുവായൂരപ്പൻ നിങ്ങളുടെ അടുത്തിരുന്നിട്ട് ആ സ്പൂൺ എടുത്ത് കുടിക്കൂ എന്നൊക്കെ പറഞ്ഞു കേൾക്കും. പാളപ്ലേറ്റ് ഒക്കെ തരുമ്പോ ഇങ്ങനെയല്ല കഴിക്കേണ്ടത്, ആ പാളപ്ലേറ്റിലുള്ള ആ പ്ലാവില കൊണ്ടുള്ള സ്പൂൺ കൊണ്ട് എടുത്ത് കുടിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞു കേൾക്കാം. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പൻ, അദ്ദേഹത്തുമായിട്ട് ഈ അമ്പലത്തിന് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. നോക്കൂ, രണ്ടുപേരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു വില്ലുമംഗലം സ്വാമിയാർ അല്ലെ? ഈ ഭഗവാന്റെ ഉൽപ്പത്തി ഇവിടെ ഉണ്ടാവാനും കാരണം വില്ലുമംഗലാണ്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരിൽ ഒരാളായിരുന്നു വില്ലുമംഗലം. നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ കൈകൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരാള് ഇവിടെ അടുത്തുണ്ട്. ആരാത്? ഇത്ര നേരം ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞില്ല, ഇനി കുറച്ച് നിങ്ങൾ പറയാ. കഴിഞ്ഞ ജന്മത്തിൽ കണ്ണപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാട്ടാളനായിട്ട് ജനിക്കുകയും അടുത്ത ജന്മത്തിൽ എന്റെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം അവിടെ പ്രതിഷ്ഠ നടത്താനുള്ള ഭാഗ്യം ഞാൻ നിനക്ക് തന്ന് അനുഗ്രഹിച്ചോളാം എന്ന് ആ ജഗദംബിക പറഞ്ഞ് കീഴ്ക്കാവില ഭഗവതിയെ അവിടെ പ്രതിഷ്ഠിച്ചതും സാക്ഷാൽ വില്ലുമംഗലം തന്നെയാണ്. ആ വില്ലുമംഗലം അദ്ദേഹം ഇതപ്പോ കഴിഞ്ഞുള്ളൂ. അദ്ദേഹമായിട്ട് നിരവധിയായിട്ടുള്ള കഥകൾ നിന്ന് കണക്ട് ചെയ്ത് പറയാമോ അല്ലെ? എന്താണ് ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കുമ്പോ പലപ്പോഴും തോന്നാറുള്ളതാണ്. അമ്പലപ്പുഴ നാടകശാല സദ്യ ഇപ്പൊ കഴിഞ്ഞുള്ളൂ. ആരും പോയിരുന്നു ഇവിടുന്ന്? പോയില്ല. അമ്പലപ്പുഴ നാടകശാലയുടെ പുറകിലുള്ള കഥ എന്താ? വില്ലുമംഗലം ഉത്സവം നടക്കുന്ന സമയത്ത് നാടകശാല സദ്യ ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോയി. ശ്രീകോവിലിൽ പോയി നോക്കിയപ്പോ ഭഗവാനെ കണ്ടില്ല. ഇയാളിപ്പോ എവിടെ പോയി? നിങ്ങൾ കരുതുന്ന പോലെ ഭഗവാൻ ജഗണത കളിക്കാൻ പോയതൊന്നല്ല. ഇന്നിപ്പോ ഉണ്ണിയേട്ടനായിട്ട് പോയിട്ടുണ്ട് എന്നാണ് എല്ലാവരുടെയും ധാരണ. ഒരു കുട്ടീനോട് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത്, ബാലാമണ്ണ കല്യാണം നടത്തി കൊടുത്തു, ഞാൻ എത്രയായി പറയണം, എന്റെ അടുത്ത് വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഭഗവാൻ ആവശ്യമുള്ള സമയത്ത് വരും, ഉചിതമായ സമയത്ത് നടപടി ഉണ്ടാവും. ഗുരുവായൂരപ്പൻ പോലും കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഇപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് രണ്ട് റിക്വസ്റ്റ് ആണ്. ഒന്ന്, നന്ദനം കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതേ കൊണ്ടുള്ള ശല്യം കഴിഞ്ഞു എന്ന്. ഇപ്പൊ ഈ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നൊരു സിനിമ കൂടെ ഇറങ്ങിയപ്പോൾ കംപ്ലീറ്റ് ആണ്. കല്യാണം കഴിപ്പിച്ച കൃഷ്ണ. അങ്ങനെയുള്ള വില്ലുമംഗലം ഭഗവാനെ കാണാതെ ഇറങ്ങി പുറപ്പെട്ടു. നാടകശാല സദ്യ നടക്കുന്ന സ്ഥലത്ത് പോയ സമയത്ത് തന്റെ ഉത്സവത്തിന് വന്നിട്ടുള്ള വാദ്യക്കാർക്കും മേളത്തിന് പങ്കെടുക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഉള്ള സദ്യയിൽ ഭഗവാൻ നെയ്യ് വിളമ്പിക്കൊണ്ട് ഒരു ഉണ്ണി നമ്പൂതിരിയായിട്ട് അതുകൂടെ സഞ്ചരിക്കുന്നത് കണ്ടു എന്നാണ്. അപ്പൊ ഭഗവാനെ വിളിച്ച ഭഗവാൻ ഓടിപ്പോയി. അന്ന് തൊട്ടിട്ടാണ് നാടകശാല സദ്യ തുടങ്ങിയതാണ്. ഇന്നും ഭഗവാന്റെ നോക്കൂല്ലേ, നമുക്ക് ഞാനൊക്കെ എന്റെ അമ്മയുടെ അടുത്ത് എത്രയൊക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞാലും ഇന്നേ വരെ ഗുരുവായൂരത്തെ രസകാലം പോലത്തെ ഒരു മോരൂട്ടാൻ എന്റെ അമ്മ ജീവിതത്തിൽ വെച്ചിട്ടില്ല. ഉത്സവ സമയത്ത് ഒരു ദിവസം വീട്ടിൽ കൊണ്ടായി കൊടുത്തത് കണ്ട് പഠിക്കുക. അപ്പൊ അമ്മ ഒറ്റ വാക്കിലാണ് മറുപടി പറഞ്ഞത്, നമ്മൾ ഇനി ഷെഫ് പിള്ളേരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചാലും ഇതേപോലെ ഒന്നും ഇത് ഗുരുവായൂരപ്പന്റെ പ്രസാദമാണ് എന്നുള്ളതാണ്
അതിന്റെ ഉത്തരം നമ്മളത് പ്രസാദമായിട്ട് കഴിക്കുന്നുണ്ട് അല്ലെ? അവിടെ പോകുമ്പോ അന്നലക്ഷ്മി ഹാളില്. എന്നാൽ ഇത് പ്രസാദം അല്ലാതെ കഴിക്കുന്ന ചില ആൾക്കാരുണ്ട്. ആരാത്? ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന രീതിയിൽ ഞാൻ കാണുന്നത്, നിങ്ങൾ ഗുരുവായൂർ വരുമ്പോ രാവിലെ നിർമ്മാല്യം സമയത്തൊക്കെ വരിക, റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ബസ് സ്റ്റാൻഡിലും മഞ്ജുളാലിന്റെ പരിസരത്തൊക്കെ പുതച്ചുകൊണ്ട് കിടക്കുന്ന കുറെ പാവങ്ങളെ നിങ്ങൾക്ക് കാണാം. ഗുരുവായൂർ പ്രദേശത്ത് എവിടെ നിന്നൊക്കെയോ വന്നവർ, കുറച്ചു കാലം ഗുരുവായൂർ നിൽക്കുന്നവരായിരിക്കാം, എത്രയോ നാൾ ഗുരുവായൂർ നിന്നവർ അല്ലെ? മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, ഭാര്യ ഇല്ലാതായി പോയവർ, അനാഥരായിട്ടുള്ളവർ, ഇവരൊക്കെ അവിടെ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നത് കാണാം. എന്താണ് ഗുരുവായൂരപ്പന്റെ യഥാർത്ഥത്തിലുള്ള മഹത്വം എന്ന് ചോദിച്ചാൽ, എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരമ്മയുടെ കഥ ഉണ്ട്. ഞാൻ ഈ ഗുരുവായൂരപ്പനോട് വാശി പിടിച്ച് ഒന്നും വാങ്ങരുത് എന്ന് പറയാൻ വേണ്ടി ഒരു കഥ തപ്പി നടക്കായിരുന്നു. അപ്പോഴാണ് ഒരു മഹാത്മാവ് ഒരു കഥ പറഞ്ഞു തന്നത്. ഒരു അമ്മയ്ക്ക് കുറെ നാൾ കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടായില്ല. അത്ര കുറെ നാൾ കഴിഞ്ഞു. വലിയ ഗുരുവായൂർ ഭക്ത ആയതുകൊണ്ട് ഗുരുവായൂരപ്പനോട് പോകുമ്പോഴൊക്കെ പറഞ്ഞു, കൃഷ്ണ എത്ര നാളായി ഞാൻ വരുന്നു, ഒരു കുഞ്ഞിക്കാലല്ലേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല? ആദ്യമൊക്കെ നല്ല രീതിക്ക് പറഞ്ഞു, പിന്നെ ഗുരുവായൂരപ്പനെ വഴക്ക് പറയാൻ തുടങ്ങി. സ്വാഭാവികം, നമ്മളൊക്കെ പറയാറുണ്ടല്ലോ. അവസാനം നമ്മൾ സ്ഥിരം ഭഗവാനോട് എടുക്കുന്ന ഒരു ബ്രഹ്മാസ്ത്രം ഉണ്ട്, ദയവായിട്ട് നിങ്ങൾ ആരും അത് ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. എന്താന്ന് പറയുന്നത്? ഇത് ശരിയാവാതെ മേലാൽ ഞാൻ നിന്നെ വന്ന് കാണില്ല എന്ന് ഒരു കാരണവശാലും ഗുരുവായൂരനോട് പറയുന്നത്. അതിലും വേഗം നിങ്ങളൊരു ബ്ലേഡ് എടുത്തിട്ട് മൂപ്പരുടെ ദേഹത്തൂടെ കീറി വരയ്ക്കുന്ന, അത്രയധികം വിഷമിച്ചു പാവം. എന്തിനാണ് ഓരോ ദിവസം ഈ ഉച്ചപൂജയ്ക്ക് ഓരോ വേഷം കെട്ടി നിൽക്കുന്നത്? നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അത് കാത്തിക്കുന്നത് പാവം. എന്നെ കാണാൻ വരുന്ന എന്റെ ഭക്തർ എന്നെ കണ്ടിട്ട് അവരുടെ വിഷമം മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ, ഞാൻ എന്ത് കോലം കെട്ടാനും തയ്യാറാന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഓരോ വേഷം കെട്ടി ആ ശ്രീകോവിന്റെ ഉള്ളിലിരിക്കുന്നു പാവം. അതിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത്, ഇനി മേലെ ഞാൻ നിന്നെ കാണാൻ വരില്ല എന്ന്. ദയവായിട്ട് ചെയ്യരുത്. അമ്മയും പറഞ്ഞു അതേപോലെ, ഗത്യന്തരല്ലാണ്ട് ഭഗവാൻ ഉണ്ണി കൊടുത്തു, സന്തോഷമായിട്ടിരിക്കുന്നു പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. ഗുരുവായൂർ പ്രദേശത്ത് അന്നലക്ഷ്മി ഹാളില് ഈ ചോറും രസകാളനും വിളമ്പുന്ന ഒരു ചേട്ടൻ ഒരമ്മയ്ക്ക് ചോറ് വിളമ്പി രസകാളം വിളമ്പിയിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഉത്രേ അന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതല്ലേ, എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചതല്ലേ എന്ന്. ആദ്യം മനസ്സിലായില്ല, അയാൾ വിളമ്പിക്കൊണ്ട് പോയി. ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചു. വീട്ടിൽ നിന്ന് ആ ഗുരുവായൂരപ്പൻ കൊടുത്ത മകനും ഭാര്യയും മക്കളും കൂടെ ഗുരുവായൂർ തൊഴാൻ വന്നിട്ട്, അമ്മ ഇവിടെ നിന്നോളൂ, ഞങ്ങൾ പായസം വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞ് പോയതാ, പിന്നെ വന്നിട്ടില്ല. അന്ന് പോയതാ. അതിനാരോടും ചോദിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. ഇന്ന് ഭഗവാന്റെ ഭക്ഷണം കഴിച്ചാൽ അവിടെ താമസിക്കുന്നുണ്ട് പാവം. ഭാവം വന്ന് ചോദിച്ചു, അത്രേ ഞാനായിട്ട് തരാതിരുന്നതല്ലേ, എന്റെ നിന്ന് പിടിച്ചു വാങ്ങിയതല്ലേ, ഞാൻ ഉണ്ടായിരുന്നല്ലോ, എന്നെ എന്തുകൊണ്ട് കണ്ടില്ല? അതുകൊണ്ട് അമ്മമാരെ, നിങ്ങളുടെ ഒക്കെ കുട്ടിയാണ്. എനിക്കൊക്കെ ഒരു കൂട്ടുകാരന്റെ സ്ഥാനമേ ഉള്ളൂ. നിങ്ങളൊക്കെ പെറ്റ കുട്ടി, സ്വന്തം കുട്ടി, നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാം. ഒരമ്മയുടെ വാത്സല്യം കിട്ടി മതിയായിട്ടുള്ള ഗുരുവായൂരപ്പനെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ജനിച്ച പാടെ സ്വന്തം അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. 10 വയസ്സ് വരെ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മദർ ഇൻ ദ വേൾഡ് സാക്ഷാൽ യശോദ, അമ്മയുടെ കൂടെ 10 വർഷം വീണ്ടും തിരിച്ചു പോകുന്നു. സ്വന്തം അമ്മയെ കണ്ടപ്പോ സ്വന്തം അമ്മ കുട്ടിയായിട്ട് കണ്ടില്ല, ഭഗവാനായിട്ട് കണ്ടു. അതുകൊണ്ട് ഇന്നും നിങ്ങളെ പോലുള്ള അമ്മമാരുടെ അടുക്കളയിലാണ് ഭൂലോക വൈകുണ്ഠം എന്ന് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. നിങ്ങൾ ചോറ് വിളമ്പി വെച്ച് ഇത്തിരി തൈര് ഒഴിച്ച് ഇത്തിരി കടുമാങ്ങ ഇത്തിരി കുഴച്ച് 4 ഉരുളുണ്ടാക്കിയിട്ട് ഇത് എന്റെ ഉണ്ണിക്ക് എന്ന് പറഞ്ഞ് ധ്യാനിച്ച് നിങ്ങൾ മാറ്റി വെച്ചാൽ ഗുരുവായൂരിലെ ലിറ്റർ കണക്കിന് പാൽപ്പായസം വേണ്ടാന്ന് വെച്ച് നിങ്ങളുടെ അടുക്കളയിൽ പെറ്റി കിടക്കും ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ലോകത്ത് ഒരാൾക്ക് കിട്ടില്ല. നിങ്ങളൊക്കെ തന്നെയാണ് യശോദ. ആ നിങ്ങളുടെ ഭാഗ്യത്തെ നിങ്ങൾക്ക് തന്ന പെരുന്നാളത്തപ്പോൾ നിങ്ങൾ നമസ്കരിക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ സപ്താഹം നടക്കുന്ന സമയത്ത് അമ്മമാർക്കൊക്കെ പരിചയം ഉണ്ടാവും. ഈ ഊണ് കഴിക്കുന്നതിന് മുമ്പായിട്ടൊരു പാട്ട് പാടും. കണ്ണൻ ഉണ്ണി മാമുണ്ണണേ, ഓട്ടൂരിന്റെ വെയില് കൊണ്ടു നിൻ പൂവുടലയ്യോ താളുപോലെ തളരുന്നു അല്ലെ, മണ്ണു വാരി കളിച്ചത് മതി
കണ്ണനുണ്ണി മാമണ്ണനെ. ആ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എവിടെ നിന്നത്, അതിൽ മഹാദേവനെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ആ പാട്ടില്. ഈ ചെറുത് ഇങ്ങനെ കളിക്കാണ്ട, തുണി കൊടുക്കാണ്ട, റോട്ടിൽ കൂടെ മുഴുവൻ ഓടിയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോ സ്വന്തം അമ്മ വിളിച്ച് പറയാണ്, കാകവേഷത്തിൽ നിൽപ്പു ശങ്കരൻ വിഷ്ണു നിർമാല്യം ഉണ്ണുവാൻ എന്നാണ്. ഉണ്ണി, ഈ നിൽക്കണ കാക്ക ആരാന്നറിയോ നിനക്ക്? ഇത് സാക്ഷാൽ മഹാദേവനാണ്. എന്തിനാ ഉണ്ണി അദ്ദേഹം കാത്തു നിൽക്കുന്നത്? എന്റെ ഉണ്ണി ചോറുണ്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുക്കണം അമ്മയ്ക്ക്. അതുകൊണ്ട് എന്റെ ഉണ്ണി വന്ന് ചോറുണ്ട് എന്ന് പറയുന്ന ആ അമ്മ നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞു വന്നു. മഹാദേവൻ പോലും വിഷ്ണുവിന്റെ നിർമ്മാല്യം ഉണ്ണാനായിട്ട്, അത് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെറുതാണ് മഹാദേവൻ എന്ന് പറയാനല്ല ഞാൻ ഉപയോഗിച്ചത്, അത്രയധികം ഇഷ്ടമാണ് ഭഗവാനെ എന്നാണ്. ഗുരുവായൂരപ്പൻ പോലും നല്ലൊരു ഉണ്ണി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചത് മഹാദേവനെയാണ്. പാശുപത വ്രതം. ഈ യശോദാമ്മ ഒരു ഒരല് കെട്ടിയിട്ടപ്പോ അത് വലിച്ചോണ്ട് പോയിട്ട് കുബേരന്റെ മക്കളായിട്ടുള്ള രണ്ടുപേർക്ക് അവിടെ നിന്ന് മോക്ഷം നൽകി അല്ലെ. ഇത്ര ഉണ്ടായിരുന്ന സാധനം അത് ഒരല് പോലും ഒതുക്കി കിടന്നില്ല. കുറൂരമ്മ എന്ന് പറയുന്ന ഒരു അമ്മ കറിക്കൊലം കൊണ്ട് അടച്ചപ്പോ 3 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ അനങ്ങാണ്ട കടന്നു. ഞാൻ എങ്ങോട്ടും പോണില്ല, ഒരു ഇഞ്ച് അനക്കിയില്ല പാത്രം. അവിടെ കിടക്ക് കൃഷ്ണ എന്ന് പറഞ്ഞപ്പോ അവിടെ കടന്നു. പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരാളെ നിയന്ത്രിക്കാൻ പ്രിയപ്പെട്ടവരെ, അമ്മമാരെ, നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് നിങ്ങളുടെ മഹത്വം. പ്രപഞ്ചം മുഴുവൻ ആരാണോ നിയന്ത്രിക്കുന്നത് അയാളെ നിയന്ത്രിക്കുന്ന ആളാണ് നിങ്ങൾ. ആ നിങ്ങളുടെ ഭാഗ്യത്തെ വളരെ നന്ദിയോടുകൂടി സ്മരിക്കണം. നിങ്ങൾ ഓരോരുത്തരും യശോദയാവട്ടെ, ആ യശോദാമ്മയെ കീർത്തിക്കുന്ന ഒരു കീർത്തനം വായിക്കേണ്ട പോവാന്ന് പറഞ്ഞാൽ മഹദ്വിക്രമമാണ്. അമ്മയെ കുറിച്ച് പറയാണ്ട് നോക്കൂ, എങ്ങനെയാണോ മക്കളെ കുറിച്ച് പറയുമ്പോൾ മഹാദേവൻ ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്റെ അമ്മയെ കുറിച്ച് പറയണതാണ് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അമ്മയെ കുറിച്ചുള്ള ഒരു കീർത്തനം വൈഷ്ണവ് വായിക്കും അല്ലേ.
അങ്ങനെയുള്ള ആ യശോദാമ്മയുടെ പ്രിയപ്പെട്ട, ഞാൻ ഈ യശോദാമ്മ എന്ന് പറയാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്ത്. പണ്ടൊക്കെ യശോദ എന്ന് പറയാം. ഒരു ഭാഗവത സപ്താഹ വേദിയിൽ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 4-5 തവണ യശോദ എന്ന് പറഞ്ഞപ്പോ അവിടെ അലങ്കരിക്കാൻ തൂക്കിയിട്ടുള്ള അടക്കേന്റെ തലയിൽ വീണിട്ടുണ്ട് പണ്ട്. അപ്പൊ പറഞ്ഞു, റെസ്പെക്ട് ചെയ്യണം, എന്റെ അമ്മയാണ്, അമ്മ എന്നോട് ചേർത്ത് വിളിച്ചോളണം എന്നാണ് പറഞ്ഞത്. അന്ന് തൊട്ട് യശോദാമ്മ എന്ന് പറയാൻ അങ്ങനെ വല്ലാണ്ട് മറക്കാറില്ല. അങ്ങനെയുള്ള ഭഗവാന്റെ ഏറ്റവും കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രം ഗുരുവായൂർ. ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് പൂർണ്ണത്രയീശൻ, സന്താന ഗോപാലമൂർത്തിയായിട്ടുള്ള ഭഗവാൻ. അദ്ദേഹത്തെ ഏറ്റവും അധികം സ്നേഹിച്ച ഈ തൃപ്പൂണിത്തറക്കാരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. എത്ര പേർക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാം? എനിക്ക് അറിഞ്ഞൂടാ. ആഞ്ഞം മാധവൻ നമ്പൂതിരിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയെങ്കിലും ആഞ്ഞത്തിന്റെ സമകാലീനായിട്ടുള്ള ഒരാള്, തൃപ്പൂണിത്തറ കോവിലകത്ത് തന്നെ ജനിച്ചിട്ടുള്ള ഒരാള്, ആഞ്ഞത്തിനെ പോലെ തന്നെ ആദ്യകാലത്ത് ഗുരുവായൂരപ്പനിൽ ഒരു വിശ്വാസം ഇല്ലാണ്ട് ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിട്ട് മാറിയിട്ടുള്ള ഒരാള്. തൃപ്പൂണിത്തറക്കാർ, ഞാൻ നിങ്ങളോടൊരു കാര്യം, എന്റെ അറിവ് ശരിയാണെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്നലക്ഷ്മി ഹാളിൽ നടക്കുന്ന ഗുരുവായൂരപ്പന്റെ പ്രസാദ ഊട്ട് തുടങ്ങി വെച്ചത് ഒരു തൃപ്പൂണിത്തറക്കാരനാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ആ കാര്യത്തിൽ തൃപ്പൂണിത്തറക്കാരാണ് തുടങ്ങിയത്. ഇന്ന് പ്രപഞ്ചത്തിലുള്ള എല്ലാ ആൾക്കാരും, ഞാൻ നേരത്തെ പറഞ്ഞ ഈ രസകാളൻ ഉൾപ്പെടെ ഒന്ന് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഓടിയെത്തുന്നത് തുടങ്ങി വെച്ചത്, അന്ന് ഇത്ര കണ്ട് വിഭവമൊന്നുമില്ല, അത് തുടങ്ങി വെച്ചത് ഒരു തൃപ്പൂണിത്തറയുള്ള ആളാ. ആരാത്? എത്ര പേര് കേട്ടിട്ടുണ്ട് കാശി അപ്പൻ തമ്പുരാനെ കുറിച്ച്? നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ നാട്ടുകാരനാണ്. കേട്ടിട്ടുണ്ടോ? കേൾക്കണം. ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്നു അദ്ദേഹം. ഭക്തി കൂടി 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 ഗുരുവായൂരപ്പനെ എങ്ങനെയാണോ വില്ലുമംഗലം, എങ്ങനെയാണോ കുറൂരമ്മ നേരിട്ട് കണ്ടിരുന്നത്, അതുപോലെ കാണാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് പല ആളുകളും ഗുരുവായൂർ പ്രദേശത്തൊക്കെ അദ്ദേഹം എന്തോ വെറുതെ ഇങ്ങനെ പോസ്റ്റ് പറഞ്ഞു നടക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, കിളി പോയി, അദ്ദേഹത്തിന് നൊസ്സാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞത് കേട്ട് ഈ തൃപ്പൂണിത്തറയിലുള്ള മറ്റൊരു ബ്രാഹ്മണൻ, അദ്ദേഹം ഗുരുവായൂർ പോയപ്പോ കാശിയപ്പൻ തമ്പുരാനെ കണ്ടുത്രേ. കാശിയപ്പൻ തമ്പുരാനെ കണ്ട സമയത്ത് അദ്ദേഹത്തോട് ഉപദേശ രൂപത്തിൽ പറഞ്ഞു, തിരുമേനി, അങ്ങ് എത്ര വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. കോവിലകത്തുനിന്ന് അദ്ദേഹത്തിന് മാസച്ചെലവിന് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണ പൈസ കൊണ്ട് അദ്ദേഹം തുടങ്ങിയതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഗുരുവായൂരത്തെ അന്നദാനം. ഓർത്തു വെച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, തിരുമേനി, എല്ലാവരും അങ്ങേ പരിഹസിക്കുന്നു, അങ്ങ് എത്ര വലിയൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്, എത്ര വലിയൊരാളാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ഈ ഭ്രാന്ത എന്നുള്ള വിളി കേൾപ്പിക്കാനായിട്ട് ഇവിടെ നിൽക്കണം. അങ്ങക്ക് വിഷമാവണില്ലേ ഈ വിളി കേൾക്കുമ്പോ? ഇങ്ങനെ ഗുരുവായൂരപ്പനെ കണ്ടു എന്നൊക്കെ ഉറക്കെ പറയാതിരുന്നൂടെ? എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് നാമം ജപിച്ച് കഴിഞ്ഞു കൂട്ടിയാ പോരെ എന്ന് പറഞ്ഞു എന്നാണ്. ഇദ്ദേഹം പറയണതൊന്നും കേൾക്കാതെ അദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് എന്തോ ഒരു വെളിപാടുണ്ടായ പോലെ ഈ മനുഷ്യനെ തട്ടിയിട്ടിട്ട് കാശിയപ്പൻ തമ്പുരാൻ ഗുരുവായൂർ അമ്പലത്തിൽ കൂടെ ഓടിയെന്നാണ്. അതാ ഓടുമെന്ന് പറഞ്ഞിട്ട്, അയ്യോ അതാ ചാടി മതിലിന്റെ മുകളിൽ കയറി, അതിപ്പോ വീഴുമല്ലോ എന്ന് പറഞ്ഞ് കൊള്ളടാൻ തുടങ്ങി, ഉറക്കെ ഒച്ച വയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം മതിൽ, നിങ്ങൾ ആ ഭഗവതിക്കെട്ടിന്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആ ഭാഗത്തുള്ള മതിലായിരുന്നു പറയാം, അത് കൂടെ ഓടിയിത്ര അദ്ദേഹം. അതാ മതിലിന്റെ മുകളിൽ കൂടെ ഓടുന്നു, ആരെങ്കിലും പിടിക്കുന്നുണ്ട്. പിന്നെ തിരിച്ച് അമ്പലത്തിങ്ങനെ ഓടിയിട്ട് പറഞ്ഞു, അതാ കൊടിമരത്തിന്റെ മുകളിൽ കയറിപ്പോയി. ഇവിടെ 2 കൈയും കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ചാട് കണ്ടാന്നുണ്ട്. ഈ പാവം തിരുമേനി ഉപദേശിക്കാൻ പോയ ആൾക്ക് തോന്നുന്നു നല്ല ആളെ ഞാൻ ഉപദേശിച്ചു. ക്രോധം ഉണ്ടായിട്ട് ദേഷ്യം ഉള്ളിൽ വന്നിട്ട് തിരുമേനിയോടല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ചിട്ട് വലിച്ച സമയത്ത് മുകളിലേക്ക് നോക്കിയതാണ്. തൊട്ട സമയത്ത് മുകളിൽ കണ്ടു എന്നറിയാം ഭഗവാനെ. എപ്പോഴാണോ കാശിയപ്പൻ തമ്പുരാന്റെ കൈ പിടിച്ചത്, ആ ഉപദേശിക്കാൻ പോയ ആള് കണ്ടു മുകളില്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടു. ആണ് ഗുരുവായൂരപ്പന്റെ മഹത്വം. 2 കൈയും കാട്ടിങ്ങനെ നിൽക്കുക അത്രേ. ആഞ്ഞൊക്കെ പറയും, കൊടിമരത്തിന്റെ മുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരപ്പന്റെ സ്വഭാവം ഉണ്ടെന്ന് പറയുക. ഈ കൊടിമരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ഉഴുന്നിറങ്ങുക, വികൃതി. അപ്പൊ ആഞ്ഞൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കത്രേ, 2 കൈയും കാണിച്ചിട്ട്, കാശിയപ്പൻ തമ്പുരാനൊക്കെ. അപ്പൊ പാവപ്പെട്ട ഭക്തരൊക്കെ ഒന്ന് ചോദിക്കത്രേ, തിരുമേനി എന്തിനാ എങ്ങനെ നിൽക്കണേ? അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായിട്ടുള്ള മറുപടി ഉണ്ട്, സച്ചിദാനന്ദ കട്ടയാണ്, താഴെ വന്നാൽ പിടിക്കാലോ.
അതിനെ കിട്ടുമ്പോ കിട്ടുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഹാപ്പിനെസ്, സന്തോഷം. എത്രയോ ആളുകൾ ഒരു പൈസ ഇല്ല, ഉടുക്കാൻ നേരാവണ്ണം ഡ്രസ്സില്ല, ബന്ധുക്കളില്ല, എന്നാലും അവർ ഹാപ്പിയാ. ഒറ്റ വാചകം കൊണ്ട്. ഏത് വാചകം? എനിക്ക് എന്റെ ഗുരുവായൂരപ്പനുണ്ട്. ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. അത് മതി. ആ വാചകത്തിന് വേണ്ടി, അത് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാ പ്രയത്നം മുഴുവൻ. അങ്ങനെയുള്ള ഭഗവാനെ നമുക്കൊക്കെ, നമ്മളൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്, ഓടിച്ചെന്ന് തൊഴുതു വരാം. എനിക്കും നിങ്ങൾക്കൊക്കെ ആ പ്രിവിലേജസ് ഉണ്ട്. എത്രയോ ആളുകൾ ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ കാണാൻ സാധിക്കാത്ത ആളുകൾ ഈ പ്രപഞ്ചത്തിൽ എത്ര പേര് നിങ്ങൾക്കറിയാം? ഞാൻ എൻ്റെ അനിയന്റെ ചോറൂണിന് എൻ്റെ 2ാമത്തെ വയസ്സിൽ ഗുരുവായൂർ പോയിട്ട്, ഞാൻ പിന്നെ ഗുരുവായൂർ പോകുന്നത് എനിക്ക് 19 വയസ്സായിട്ടാണ്. ഇന്ന് ഗുരുവായൂരപ്പൻ ആഴ്ചയ്ക്കാഴ്ച വിളിപ്പിക്കുന്നു. 23-ാം തീയതി നന്ദഗോവിന്ദം ഭജൻസിന്റെ കൂടെ ഗുരുവായൂർ പ്രോഗ്രാം ചെയ്യാൻ പോകും. അപ്പൊ അതൊക്കെ ഗുരുവായൂരപ്പൻ തരുന്ന. പണ്ട് ഏതോ ഒരു പ്രോഗ്രാമിന് എന്റെ പേര് നോട്ടീസ് അടിച്ചപ്പോ വ്യാസൻ ഗുരുവായൂർ അതിന്റെ കൂടെ എഴുതി. ഞാൻ പറഞ്ഞു, ചേട്ടാ എന്റെ വീട് ഗുരുവായൂരല്ല, എന്റെ വീട് മണ്ണാർക്കാടാണ്. അപ്പൊ ആ കമ്മിറ്റിക്കാരൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാക്കുന്നത് ഗുരുവായൂരപ്പനാണ്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, എന്ന് അങ്ങനെ തന്നെ വെച്ചോളൂ. ആത്യന്തികമായിട്ട് അദ്ദേഹം ഉള്ളൂ നമുക്ക്. അദ്ദേഹം തന്നെയാണ് ഈ അകത്തിരിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാവണം. ഭേദഭാവത്തിൽ കാണുന്നത്. ആ ഗുരുവായൂരപ്പനെ ഒരിക്കലും, എനിക്ക് എറണാകുളത്തെ ഒരു അമ്മ കഴിഞ്ഞ അഷ്ടമിരോഹിണിക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഷ്ടമിരോഹിണി ഉണ്ടായിരുന്നത് സെപ്റ്റംബറിലായിരുന്നു. ആ അമ്മ എനിക്ക് മെസ്സേജ് അയച്ചത്, വ്യാസം ഞാൻ ഡിസംബറിൽ ഗുരുവായൂർ പോകുന്നുണ്ടെന്നാണ്. അമ്മയ്ക്ക് അപ്പോഴേ പോകാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് അതിനുള്ള അവസ്ഥയുള്ളൂ, ഓടിപ്പോകാൻ പറ്റില്ല, കാത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ അന്നത്തെ ദിവസം നോക്കിയപ്പോൾ, ഞാൻ ഇൻബോക്സ് അങ്ങനെ നോക്കാറില്ല, ഈ അമ്മ കൗണ്ട് ഡൗൺ പോലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനി 12 ദിവസം, ഇനി 11 ദിവസം, ഇനി 10 ദിവസം. ലാസ്റ്റ് എത്തിയ സമയത്തൊക്കെ ഞാൻ എന്റെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം അങ്ങനെ വരിക. കാരണം ബാഗ് പാക്ക് ചെയ്തു, ഉറങ്ങാൻ കിടക്കണു, ഉറക്കം വരുന്നില്ല, പോരായി, കുളിച്ചു, പിന്നെ അങ്ങോട്ട് മെസ്സേജ് ഇല്ല. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നത്. ഗുരുവായൂരപ്പൻ ആ അമ്മയെ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും, ഗുരുവായൂരപ്പന്റെ കൂടെ വന്നാൽ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു രാത്രി 12 മണി മുതൽ 4 മണി വരെ കണ്ടിന്യൂസ് ഓരോ മണിക്കൂർ ഇടവിട്ട് ഞങ്ങൾ ഇവിടെ എത്തി, ഇത് അപ്പൊ ഞാൻ കാണും, ഇപ്പൊ ഞാൻ കാണും, ഇപ്പൊ ഞാൻ കാണും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്. പണ്ട് ഗുരുവായൂരനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വലിയ ദീപസ്തംഭത്തിന്റെ അവിടെ നിന്ന് ഒന്ന് ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞ അപ്പുറത്തെ ആളുടെ തലയൊക്കെ അങ്ങനെ മാറ്റിയിട്ട് നോക്കാറില്ലേ? ചില സമയത്ത് ഈ ഉച്ചപൂജ അലങ്കാരമൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഒരു കറുത്തൊരു രൂപം മാത്രം കാണാൻ പറ്റുള്ളൂ, ഒന്നും കാണില്ല. വേറെ ഒരു തിലകം ഉണ്ടാവും, അപ്പോഴും ആ തിലകം കടന്ന് തിളങ്ങും. അത്രയും മതി. ആ സമയത്ത് നിങ്ങൾ എന്തനുഭവിക്കുന്നു, ആ അനുഭവം എപ്പോഴും ഉണ്ടാക്കി തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതിന് എന്ത് വേണം? ദയവായി ഗുരുവായൂർ മാത്രമാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് എന്ന് കരുതരുത്. കാശ്യപ്പൻ നമ്പരാൻ തൃപ്പൂണിത്തുറക്കാരനായിട്ടുള്ള അദ്ദേഹം എത്രയോ വർഷക്കാലം ഗുരുവായൂർ താമസിച്ച് തിരിച്ച് ഗുരുവായൂരിൽ അദ്ദേഹത്തെ കാണുമ്പോൾ എല്ലാവരും നമസ്കരിക്കുക. അദ്ദേഹത്തിന് വലിയ വിഷമായി, എല്ലാവരും എന്നെ നമസ്കരിക്കണം ഗുരുവായൂരപ്പനുള്ളപ്പോ. അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് പോകാൻ നോക്കിയപ്പോ ഗുരുവായൂരത്തെ ആൾക്കാരൊക്കെ വളഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അത്രേ, ഇവിടെ നിന്ന് പോയാൽ അങ്ങേക്ക് ഉറക്കം വരുമോ? ഗുരുവായൂരപ്പനെ പിരിഞ്ഞ് അങ്ങേക്ക് എങ്ങനെ ഇരിക്കാൻ സാധിക്കും? ഗുരുവായൂരപ്പനെ കാണാതെ അങ്ങേക്ക് ഇരിക്കാൻ പറ്റുമോ? ഒറ്റ വാചകം ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളോട് ആര് പറഞ്ഞു ഗുരുവായൂരപ്പൻ ഇവിടെ മാത്രമേ ഉള്ളൂ? അതാണ് ആ കോൺഫിഡൻസ് ഉണ്ടാവണം. അപ്പം അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ്, നിങ്ങൾ ആരും ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരണ്ടാന്ന്. നിങ്ങൾ എവിടെ വിളിച്ചോ അവിടെ ഗുരുവായൂരപ്പൻ ഉണ്ട്. പിന്നെ നിങ്ങൾ ഗുരുവായൂർക്ക് വരണം. അതിന് ഞാൻ ഗുരുവായൂർക്ക് പോണേ, എന്തിനാ ആഴ്ചയ്ക്ക് പോകണമെന്ന് എന്നോട് ചോദിക്കരുത്. നിങ്ങൾ ഗുരുവായൂർക്ക് വരേണ്ടത് എന്തിനാണ്? അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നു, ഇവിടെ നടക്കുന്ന ആധ്യാത്മിക സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ, ഇവിടെ നടക്കുന്ന നാമജപ സദസ്സുകളിൽ പങ്കെടുക്കാൻ, ഇവിടെ നടക്കുന്ന ഭഗവാന്റെ ശീവേലി കാണാൻ, ഇവിടെ കൊടുക്കുന്ന ഭഗവാന്റെ പ്രസാദം ഇട്ട് കഴിക്കാൻ, അതിനൊക്കെ ഇങ്ങോട്ട് പോന്നോളൂ. അല്ലാണ്ട് കാണുക അതിന് മാത്രം ഇവിടെ വരണ്ട. നിങ്ങൾ എവിടെ വിചാരിച്ചോ അവിടെ ഭഗവാൻ ഉണ്ട്. അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കരുതരുത്, ഇവിടെ തൃപ്പൂണിത്തുറയിലോ അല്ലെങ്കിൽ ഗുരുവായൂരോ ബദ്രിയിലോ ദ്വാരകയിലോ വൃന്ദാവനത്തിലോ ഒന്നും പോവാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഭഗവാനെ. ഒരിക്കലും അങ്ങനെ കരുതാതിരിക്കുക. നമ്മുടെ വീടും നമ്മുടെ അടുക്കളയും ഭൂലോക വൈകുണ്ഠാണെന്ന് കരുതുക. അവിടേക്ക് വിളിക്കുക ഗുരുവായൂരപ്പനെ. ഇത് ഓടി വരും. നേരത്തെ ഇവിടെ വൈഷ്ണവ് വായിച്ചല്ലോ, ഉണ്ണിക്കണ്ണാവായോ എന്നുള്ള കീർത്തനം. അതുപോലെ വിളിച്ചാൽ അദ്ദേഹം ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരും. ഭഗവാന്റെ ഭാര്യയാണ് ലക്ഷ്മി. ഇടയ്ക്ക് ഭഗവാനോട് ചോദിക്കത്ര, എന്നോടാണോ കൂടുതൽ ഇഷ്ടം എന്ന്. ഭഗവാൻ ചിരിക്കുള്ളൂ. എനിക്ക് എന്റെ ഭക്തര് കഴിഞ്ഞിട്ടേ എന്തുള്ളൂ. ഞാൻ എന്റെ ഭക്തന്റെ ദാസന്റെ 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 ദാസനാണെന്നാണ്. അവിടെ ടോക്കൺ സിസ്റ്റം വരേ, ടോക്കൺ സിസ്റ്റം പോവേ,
മീനമാസം 1-ാം തീയതി നിർമ്മാല്യം തോടാൻ ബെഞ്ച് മറിച്ചിടേ വട്ടവർ എന്താന്ന് വെച്ചാൽ നടന്നോട്ടെ. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മളെ ബാധിക്കുന്ന വിഷയം നമ്മളും ഗുരുവായൂരും തമ്മിലുള്ള കണക്ഷൻ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതവിടെ അടുത്ത് ഗുരുവായൂരപ്പൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അല്ലെ? ഞാൻ വരുമ്പോൾ അമ്പലം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ഒരേ സമയം നോക്കൂ, നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. ഇവിടെ ശിവനെ തൊടാം, അപ്പുറത്ത് പോയി കൃഷ്ണനെ തൊടാം. ആത്യന്തികമായിട്ട് രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള ഭാവത്തിൽ ഭഗവാനെ കാണാം. അങ്ങനെ കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കണു. ആ കാണാനുള്ള ഭാഗ്യത്തെ കൂടി ഗുരുവായൂരപ്പന്, ആ ഭാഗ്യത്തെ ഗുരുവായൂരപ്പന്റെ തൃക്കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് വിഷ്ണു ഒരു കീർത്തനം വായിക്കും. നമ്മൾ ഈ ഒരു പരിപാടിയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഭഗവാൻ ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ ഇപ്പൊ ഇവിടെ പലപ്പോഴും ഇപ്പം നാമജപങ്ങളും ഭജനയൊക്കെ എത്രയാണ് കൂടിയ സമയത്ത് ചില ആൾക്കാരൊക്കെ പറയും ഈ രാധൻ പ്രേമത്താടാണോ ഒക്കെ ഭജനയാണോ വ്യാസൻ, അല്ലെങ്കിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കൊണ്ട് നീ അതൊക്കെ എന്ന് മുതലാണ് ഭക്തിഗാനായത്, സിനിമാ പാട്ട് പാടുന്നതാണോ ഭജന, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിജീവികളുണ്ട്. ഏതെങ്കിലും ഒരു വിധത്തിലെങ്കിലും നാമം ജപിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. അതിനുപയോഗിക്കുന്ന ടൂൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. എനിക്കും നന്ദഗോപുരമായിട്ട് യാതൊരു കോൺട്രാക്റ്റും ഇല്ല. ഒരു ഭജന സംഘമായിട്ട് എനിക്ക് യാതൊരു, എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണെന്ന് മാത്രം. അവരെ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യത എനിക്കില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിലൂടെ ഒരു മാറ്റം ഉണ്ടാവണ സമയത്ത് ദയവായി അതിനെ ആക്രമിക്കാതിരിക്കുക. സിനിമാ പാട്ട് മൊത്തം മോശമാണെന്നുള്ള അഭിപ്രായം എനിക്ക് എന്തായാലും ഇല്ല. ഗുരുവായൂരപ്പനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള പ്രാർത്ഥന എന്താണ് എന്നുള്ള ഒരു ആലോചന ഉണ്ടായ സമയത്ത് ഒരു പെൺകുട്ടി അയച്ചിട്ട് മെസ്സേജ് ഉണ്ട് പണ്ട്. ആ കുട്ടി ഒരു സിനിമാ പാട്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ 2 വരി എഴുതി അയച്ചു. ഏട്ടാ ഇത് പ്രാർത്ഥിച്ചാൽ മതി. ഏത്? നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ കൊമ്പിൽ വരും ജന്മത്തിലെങ്കിലും ശൗരേ ഒരു പൂവായി ജനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്നാണ്. എടോ ഇത് ഭക്തിഗാനാണോ? ഇത് സിനിമാ പാട്ടല്ലേ? അല്ലേ? വിഷം വായിക്കുന്നുണ്ട്. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ അല്ലേ?
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കൽ മൂകാംബിക പോയത്. മൂകാംബിക പോയി മൂകാംബികയിൽ സൗപർണികയുടെ അടുത്തിരിക്കുമ്പോൾ സൗപർണികയുടെ ഓരോ ഓളങ്ങളും ആ നദിയിലേക്ക് ഇങ്ങനെ കാറ്റത്ത് വരുന്ന സമയത്ത് ആ ഓരോ ഓളങ്ങളെയും സഹസ്രനാമങ്ങളായി കാണാൻ നമ്മളെ പഠിപ്പിച്ചു. സൗപർണികാമൃത വീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ അമ്മേ എന്നും സിനിമയിലാണ് പാടിയത് അല്ലേ? ഒരു നദിയിലെ ഓളങ്ങളെ പോലും ഭഗവതിയുടെ ഓരോ നാമങ്ങളായി കാണാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് മഹാദേവനെ കുറിച്ച് പറഞ്ഞു, മുരുകനെ കുറിച്ച് പറഞ്ഞു, ഗുരുവായൂരപ്പനെ കുറിച്ച് പറഞ്ഞു, അയ്യപ്പസ്വാമിയെ കുറിച്ച് പറഞ്ഞു, ഗണപതിയെ കുറിച്ച് പറഞ്ഞു. ഒരാളെ ഞാൻ അവസാനത്തേക്ക് മാറ്റി വെച്ചത് ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. വൈരാഗിയായിരുന്ന എന്നെ ഗൃഹസ്ഥനാക്കി മാറ്റിയത് അവളാണ് അല്ലെ? അമ്മേ എന്ന് നമുക്ക് ധൈര്യപൂർവ്വം വിളിക്കാൻ സാധിക്കുന്ന ആ ജഗദംബികെ, ഗുരുവായൂരപ്പനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് പത്മനാഭ സഹോദരി എന്ന ഭാവത്തിൽ ലളിതാ സഹസ്രനാമത്തിൽ നിങ്ങൾ വായിക്കുന്ന ആ ഭഗവതി ഇവിടെ ആയതുകൊണ്ട് ചോറ്റാനിക്കര അമ്മയായിരിക്കുന്ന രാജരാജേശ്വരി ആയിരിക്കുന്ന ആ ഭഗവതിയെ നമസ്കരിക്കുന്നു. തൃപ്പൂണിത്തറയുള്ള അല്ലെങ്കിൽ തൃപ്പൂണിത്തറയ്ക്ക് കഥകളി കാണാൻ ഗുപ്തൻ നമ്പൂതിരി വന്നപ്പോഴാണ് യക്ഷി പുറകിൽ കൂടിയത് അല്ലെ? കഥകളിക്ക് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് തൃപ്പൂണിത്തറ. കാമാക്ഷി വാരസ്യാർ എന്നുള്ള പേരിൽ യക്ഷി പുറകിൽ കൂടുകയും കല്ലെറിഞ്ഞും തോർത്ത് വീശിയും ഓടിക്കുകയും ഒരു കാലിൽ പിടിക്കുകയും മറ്റേ കാല് ക്ഷേത്രത്തിനകത്തായതുകൊണ്ട് അമ്മയെ അപേക്ഷിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കരുതൊന്നും വേണ്ട, നിങ്ങളെ യക്ഷി പിടിച്ച് വലിക്കുമ്പോൾ നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ഓർമ്മ വരുന്ന ഉറപ്പുള്ള എത്ര ആൾക്കാരുണ്ട്? എല്ലാവരും. ശ്യാമളാ ദണ്ഡകം ഓർമ്മ വരുന്നുള്ള എത്ര ആൾക്കാരുണ്ട്? യക്ഷിയാണെങ്കിൽ പുറകില്. ഇപ്പൊ നോക്കണ്ട, ആദ്യം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി വരുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഒരു ശബ്ദം നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരും. എന്ത്? അമ്മേ എന്നെ രക്ഷിക്കണേ അല്ലെ? അതിന്റെ മുകളിൽ ഏത് മന്ത്രമാണുള്ളത്? അമ്മേന്ന് വിളിക്കുന്നതിനേക്കാൾ അമ്മയ്ക്ക് ഇഷ്ടം വേറൊന്നുമില്ല എന്നാണ്. ആ അമ്മയാണ് നമ്മളെയൊക്കെ പരിപാലിച്ചുകൊണ്ട് സരസ്വതിയായും ദുർഗയായും മഹാകാളിയായും ആ ശ്രീകോവിലിനകത്തിരിക്കുന്നത്. ആ അമ്മയെ നമസ്കരിച്ചുകൊണ്ടുള്ള ഒരു കീർത്തനം ഇവിടെ വായിക്കും. ചെമ്മങ്ങാട് നാരായണ നരസിംഹം ഭട്ടതിരി എന്ന് പറയും, അദ്ദേഹമാണത്. അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. അദ്ദേഹമാണ് ഇന്ന് കാണുന്ന ചോറ്റാനിക്കര ക്ഷേത്രത്തെ ഈ ക്ഷേത്രമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്. ആ ഭഗവതിയെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ആ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീർത്തനം കൂടെ വായിച്ച് നമ്മൾ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. വിഷമായി ഒരുപാട് സന്തോഷം. ഇത്രയും സമയം ഞങ്ങളായിട്ട് സഹായിച്ച നിങ്ങൾ എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ക്ഷേത്രഭാരവാഹികളോടും ഇനി തുടങ്ങേണ്ട പരിപാടി തുടങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമയോട് ചോദിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നന്ദി. താങ്ക് യു സോ മച്ച്.